ഹായ് ഫ്രണ്ട്സ്, സാപ്പിട മലയാളത്തിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അവിടെ വന്നിരിക്കുന്നത് നമ്മുടെ ദിലീപ് ഏട്ടൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത കഴിഞ്ഞ ദിവസം തിയേറ്റർ റിലീസ് ചെയ്ത സിനിമയായിരുന്നു പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമയുടെ വിശേഷങ്ങളായിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ വന്നിട്ടുള്ളത്. സിനിമ ഇറങ്ങിയിട്ട് ഏകദേശം 10 ദിവസത്തോളായി. സിനിമ കാണാൻ സാധിച്ചില്ലായിരുന്നു. എൻ്റെ അടുത്തുള്ള തിയേറ്ററിലൊന്നും സിനിമ ഇല്ലായിരുന്നു. അപ്പോൾ കോഴിക്കോട് പോകണം സിനിമ കാണാൻ. അതുകൊണ്ടാണ് ഇതുപോലുള്ള സിനിമകളൊക്കെ, ഇവിടെ ഇറങ്ങുന്ന സിനിമകളല്ലാതെ മറ്റുള്ള സിനിമകളുടെയൊക്കെ റിവ്യൂസ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ലേറ്റ് ആകുന്നത്. അതുകൊണ്ടാണ് ബാലുശ്ശേരി, ഞാൻ എൻ്റെ വീട് ബാലുശ്ശേരിയാണ്. അപ്പോൾ ബാലുശ്ശേരി റിലീസ് ചെയ്യുന്ന സിനിമകളൊക്കെ അന്ന് ദിവസം തന്നെ പോയി കണ്ട് റിവ്യൂ ചെയ്യാറുണ്ട്. അപ്പം കൂടുതൽ ദൂരം ഓടാനുള്ളതുകൊണ്ടാണ്. അപ്പോൾ ടൗണിൽ പോകാൻ ആവശ്യങ്ങൾ വരുന്ന സമയത്ത് ടൗണിൽ പോയിട്ട് കണ്ട് റിവ്യൂ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ പ്രിൻസ് ആൻഡ് ഫാമിലി കണ്ടു. അപ്പോൾ ഒരു കോമഡി ഡ്രാമ, ഫീൽ ഗുഡ് വിഭാഗത്തിലൊക്കെ പെടുത്താവുന്ന, ഒരു ഇമോഷണൽ ഡ്രാമ വിഭാഗത്തിലൊക്കെ പെടുത്താവുന്ന സിനിമയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന സിനിമ. ഈ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ള നമ്മുടെ ദിലീപേട്ടനെ കൂടാതെ ധ്യാൻ ശ്രീനിവാസൻ, സിദ്ദിഖ്, ബിന്ദു പണിക്കർ, ജോണി ആന്റണി, മഞ്ജു പിള്ള എന്നിവരൊക്കെയാണ് ഈ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. ലിസി സ്റ്റീഫനാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. വിൻഡോ സ്റ്റീഫൻ എന്ന് പറഞ്ഞ സംവിധായകന്റെ ആദ്യത്തെ സംവിധാന സംരംഭമാണ്. ഷാരിസ് മുഹമ്മദാണ് സിനിമ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഈ സിനിമയുടെ വിശേഷങ്ങൾ എന്താ നോക്കാം. ഈ സിനിമയുടെ സ്റ്റോറി, ഒരു പ്ലോട്ട് എന്താണെന്ന് ചോദിക്കാൻ, ഈ സോഷ്യൽ മീഡിയ കാരണം നായകന്റെ ജീവിതത്തിൽ, പ്രിൻസിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കുറച്ച് സംഭവങ്ങളാണ് ഈ ഒരു സിനിമയിലൂടെ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത്. അത് സോഷ്യൽ മീഡിയയുടെ ഉപയോഗത്തിന്റെ അതിപ്രസരം കൊണ്ട് സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങൾ അങ്ങനെയാണ് ഈ സിനിമയിൽ പറയുന്നത്. അതായത് നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ എന്താ പറയുക, അതിപ്പോൾ കൂടുതൽ എനിക്ക് അങ്ങോട്ട് വിവരിക്കാൻ പറ്റില്ല. നിങ്ങൾ സിനിമ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുക. ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്ന ഒരു സിനിമാറ്റിക് സ്റ്റൈലിൽ എടുത്തു വെച്ചൊരു സിനിമയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന ഈ ഒരു സിനിമ. ഈ സിനിമയുടെ സ്റ്റോറിയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് മറ്റുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് പറയാം. ആദ്യം തന്നെ പെർഫോമൻസ് നോക്കാം. ദിലീപേട്ടൻ ആസ് യൂഷ്വൽ കുഴപ്പമില്ലാത്ത രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ഏറ്റവും വലിയൊരു പോസിറ്റീവ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, പിന്നെ ഈ ഒരു എന്താ പറയുക, വലിഞ്ഞ കോമഡികൾ ഇതിലില്ല എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയൊരു പോസിറ്റീവായിട്ട് എനിക്ക് സിനിമയിൽ തോന്നിയ കാര്യം. അതായത് ദിലീപേട്ടൻ്റെ സിനിമകളിൽ അധികം വലിപ്പ് കോമഡികൾ ഒരുപാട് ഉണ്ടാവാറുണ്ട്. അതൊന്നും മാറ്റി പിടിച്ചിട്ടുണ്ട്. കോമഡികളൊക്കെ നൈസായിട്ട് നമുക്ക് ചിരിക്കാൻ പാകത്തുള്ള കോമഡി കാര്യങ്ങളും സിറ്റുവേഷൻ കോമഡി കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു ഉള്ളതെന്നാണ്. അതിൽ സിദ്ദിഖ് സൂപ്പറായി തന്നെ ചെയ്തിട്ടുണ്ട്. സിദ്ദിഖിൻ്റെ കോമഡി കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ബിന്ദു പണിക്കറിൻ്റെ കഥാപാത്രം അവർ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ മഞ്ജു പിള്ള നല്ലൊരു ക്യാരക്ടറായിരുന്നു, മഞ്ജു പിള്ളയുടെ ക്യാരക്ടർ. പിന്നെ ജോണി ആന്റണി എല്ലാ സിനിമകളിലും വന്നു പോകുന്നത് പോലെ തന്നെ വന്നിട്ടുണ്ട്. അതൊന്ന് മാറ്റി പിടിക്കാനുള്ള സമയം കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അഭിനയം നിർത്തിയിട്ട് സംവിധാനത്തിലേക്ക് പോകാൻ വേണ്ടി പറയാണ് ജോണി ആന്റണിയോട്, എൻ്റെ ഒരു അഭിപ്രായമാണ്. അപ്പോൾ പിന്നെ ഈ സിനിമയിലെ പുതിയ നായികയാണ്. നായികയുടെ പേര് വരുന്നത് റാണിയ റാണ എന്നാണ് നായികയുടെ പേര് വരുന്നത്, ചിഞ്ചുറാണി. അപ്പോൾ ചിഞ്ചുറാണിയായിട്ട് അങ്ങോട്ട് എന്താ പറയുക, അഭിനയിക്കാൻ അറിയാം, അങ്ങ് ജീവിക്കാൻ തന്നെ പറയാം. ആ രീതിയിലായിരുന്നു പെർഫോമൻസ്. കിഡ്ലൻ പെർഫോമൻസ് ആയിരുന്നു. ഇമോഷണൽ രംഗങ്ങളായിക്കോട്ടെ, കോമഡി ആയിക്കോട്ടെ, ഈ ഷൗട്ട് ചെയ്യുന്ന, ദേഷ്യം പിടിക്കുന്ന രംഗങ്ങളായിക്കോട്ടെ, എല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. ആദ്യത്തെ സിനിമയാണോ എന്ന് എനിക്കറിയില്ല, വേറെ സിനിമകളുണ്ടോ എന്ന് എനിക്കറിയില്ല ഈ ഒരു നടിയെക്കുറിച്ച്. റാണിയ റാണ എന്നാണ് നടിയുടെ പേര് വരുന്നത്. പിന്നെ ധ്യാൻ ശ്രീനിവാസൻ എന്തിനാണ് ഈ സിനിമയിൽ അഭിനയിച്ചത് മനസ്സിലായില്ല. അധികം ഡയലോഗ്സ് കാര്യങ്ങളൊന്നുമില്ല, മുഖം കൊണ്ടുള്ള കുറേ വളിപ്പ്, പിന്നെ ആംഗ്യങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെയുള്ളൂ. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, കുറേ ആൾക്കാർ അങ്ങനെ വന്നു പോകുന്നുണ്ട്. എന്നാലും എല്ലാവരും പെർഫോമൻസുകൾ കൊണ്ട് എല്ലാവരും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ എല്ലാവരും നല്ല രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുക, ടെക്നിക്കൽ സൈഡുകളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ പാട്ടുകളും മറ്റു കാര്യങ്ങളൊക്കെ വലിയ കുഴപ്പമില്ല, കണ്ടിരിക്കാവുന്ന രീതിയിലുള്ള മ്യൂസിക് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തു. ടെക്നിക്കൽ സൈഡുകളൊക്കെ നന്നായിരുന്നു, ക്യാമറ വർക്കുകളൊക്കെ നന്നായിരുന്നു. പിന്നെ നമ്മൾ സ്റ്റോറിയിലേക്ക് പോവുകയാണെങ്കിൽ, സ്റ്റോറി എന്ന് പറയുമ്പോൾ സോഷ്യൽ മീഡിയ ഉപയോഗം കൊണ്ടുള്ള സംഭവങ്ങൾ, അതിലൊരു കഥാപാത്രത്തെ കാണിക്കുന്നുണ്ട്. ഇവർ പറയുന്നത് എടുത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഇതേപോലെയാണെന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. പക്ഷെ എല്ലാവരും അങ്ങനെയല്ല കേട്ടോ. എന്നുവെച്ചാൽ ആ നെഗറ്റിവിറ്റി, എല്ലാവരും ഇതേപോലെ ആയിരുന്നുള്ള നെഗറ്റിവിറ്റി ഫീൽ ചെയ്യുന്നത് പോലെ തോന്നുന്നു. അവർ ശരിക്കും പറയുകയാണെങ്കിൽ ഇതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യാതെ എക്സിക്യൂട്ട് ചെയ്തത് പോലെ തോന്നി. നല്ലൊരു മെസ്സേജ് തരാൻ നല്ലൊരു സംഭവം, ആ ഒരു രീതിയിലായിരുന്നു അവർ ഈ സ്റ്റോറി, ഈ ഒരു തിരക്കഥ കൊണ്ടുപോകുന്നത്, ഈ ഒരു കഥ മുന്നോട്ട് പോകുന്നത്. പക്ഷെ അത് എക്സിക്യൂട്ട് ചെയ്ത രീതി, അതായത് മേക്ക് രീതി ശരിയായില്ല എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. ആ ഒരു അഭിപ്രായം എനിക്കുണ്ട്. കാരണം എന്താ വെച്ചാൽ പിന്നെ അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവാം, പക്ഷെ കുറച്ച് പേരെ അങ്ങനെയുള്ള ആൾക്കാരുള്ള. പിന്നെ ഉർവശിയുടെ ഒരു കഥാപാത്രം വരുന്നുണ്ട്, ഒരു ഒറ്റ സീനിലുള്ളൂ, കിഡ്ലൻ കഥാപാത്രമായിരുന്നു. ആ ഉർവശിയുടെ ഒരു കഥാപാത്രം പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്.
ആ സംഭവങ്ങളൊക്കെ ഞാൻ എന്താ പറയുക ഉൾക്കൊള്ളുന്നുണ്ട്. സോഷ്യൽ മീഡിയ എന്താണ് സത്യമെന്നറിയാതെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ കുറേ ആൾക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ട്. അതിനോട് ഞാൻ യോജിക്കുന്നില്ല. ആ ഒരു സംഭവം ശരിയാണെന്നുള്ളത് ഞാൻ പറയും. ഓക്കെ, മറ്റുള്ള വേറെ കുറേ കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. എല്ലാവരും ഇതേപോലെയാണെന്നുള്ള ആ ഒരു മനോഭാവത്തിൽ അവരോട് അടിച്ചാക്ഷേപിക്കുന്നത് പോലെ തോന്നി. അത് അങ്ങനെയല്ല എന്നുള്ളതിന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്നാലും പറയാണ്. എന്തായാലും സിനിമ ഫസ്റ്റ് മുതൽ അവസാനം ഏകദേശം 2.5 മണിക്കൂറിൻ്റെ സിനിമയുടെ ദൈർഘ്യം വന്നിട്ട് നമ്മൾ ബോറടിപ്പിക്കാതെ സിനിമ കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അത്യാവശ്യം നല്ല കോമഡികളുണ്ട്, എന്താ പറയുക, ഇമോഷൻ രംഗങ്ങളുണ്ട്, അങ്ങനെ നല്ല നല്ല കുറേ മുഹൂർത്തങ്ങൾ ഈ സിനിമയിലുണ്ട് എന്നുള്ളതാണ്. ദിലീപിൻ്റെ ഈ അടുത്ത പവി കെയർടേക്കർ എന്ന സിനിമ അറിയുന്നത് അതിനെക്കാട്ടും കുറച്ചുകൂടി നല്ല സിനിമയായിട്ടാണ് എനിക്ക് ഈ സിനിമ ഫീൽ ചെയ്തിട്ടുള്ളത്. എന്തായാലും കണ്ടു നോക്കുക, തിയേറ്ററിൽ പോയി കണ്ടു നോക്കുക. നല്ല നല്ല അഭിപ്രായങ്ങളൊക്കെ വന്നതുകൊണ്ടാണ് ഞാനും ഒന്ന് പോയി കാണാൻ വിചാരിച്ചത്. കാരണം ഈ സിനിമ കാണാൻ വേണ്ടി മാത്രം പോയതല്ല, വേറെ ആവശ്യത്തിന് പോയ സമയത്ത് സിനിമയ്ക്ക് കയറിയാണ്. എന്തായാലും കണ്ടു നോക്കുക. നിങ്ങളുടെ ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ നല്ലൊരു സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, നല്ലൊരു മെസ്സേജ് ഈ സിനിമയിൽ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ആ ഒന്നുകൂടി ഒന്ന് സ്റ്റഡി ചെയ്തിട്ട് ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. എന്നാലും ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ സംഭവങ്ങൾ തന്നെയാണ് സിനിമയിലുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിനോടൊപ്പം തന്നെ സിനിമ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. അപ്പോൾ എത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.